ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിന്റെ ഏഴാമത്തെ ഡേ ആണ് അല്ലേ? ഏഴാമത്തെ ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്ലാസ് കൊടുത്തിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കറണ്ട് അഫയേഴ്സ് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം, വീഡിയോ ആയിട്ട് ചെയ്തുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2025 നവംബറിൽ ബംഗ്ലാദേശിലെ ധാക്ക ഷഹീദ് സുഹറവർദി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ചൈനീസ് തായ്പേയിയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീട ജേതാക്കളായത്. 2025 നവംബറിൽ എവിടെ? ബംഗ്ലാദേശിലെ ധാക്ക ഷഹീദ് സുഹറവർദി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ചൈനീസ് തായ്പേയിയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീട ജേതാക്കൾ ആയിട്ടുള്ളത്. അടുത്തത് 11 രാജ്യങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിലെ ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടമുയർത്തിയത്. എങ്ങനെ? 11 രാജ്യങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിലെ ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടം ഉയർത്തിയത്. തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യ വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കുന്നത്. തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യ എന്ത് ചെയ്തത്? വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കുന്നത്. 2012 പാറ്റ്നയിൽ നടന്ന ആദ്യ വനിതാ കബഡി ലോകകപ്പിലും ആരായിരുന്നു ജേതാക്കള്? ഇന്ത്യയായിരുന്നു ജേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ്. നവംബറിൽ ബംഗ്ലാദേശിലെ ധാക്ക ഷഹീദ് സുഹറവർദി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ചൈനീസ് തായ്പേയിയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീട ജേതാക്കളായത്. 11 രാജ്യങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിലെ ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടമുയർത്തിയത്. തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യ വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കുന്നത്. 2012 പാറ്റ്നയിൽ നടന്ന ആദ്യ വനിതാ കബഡി ലോകകപ്പിലും ഇന്ത്യയായിരുന്നു ജേതാക്കൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ വനിതാ കബഡി ടീം ക്യാപ്റ്റൻ ആരാന്നറിയോ? അത് പഠിക്കുക. ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് റിതു നേഗിയാണ്. ആരാണ്? റിതു നേഗി. കിട്ടിയല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 2025 20ാമത് G20 ഉച്ചകോടി വേദിയായ നഗരം ഏത് എന്നുള്ളതാണ്. ഏതാണ്? ജോഹന്നാസ്ബർഗ് ആണ് കേട്ടോ. ജോഹന്നാസ്ബർഗ് ആണ് 2025 20ാമത് G20 ഉച്ചകോടി വേദിയായ നഗരം എന്ന് പറയുന്നത്. ഏതാണ്? ജോഹന്നാസ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് 2025 എത്രാമത്തെ? 20ാമത് അല്ലെ G20 ഉച്ചകോടി വേദിയായ നഗരം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. ഓക്കെ, ജോഹന്നാസ്ബർഗ് എക്സ്പോ സെന്റർ ആണ് 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത്. ജോഹന്നാസ്ബർഗിലെ ജോഹന്നാസ്ബർഗ് എക്സ്പോ സെന്റർ ആണ് 20ാമത് G20 ഉച്ചകോടിക്ക് എന്തായിട്ടുള്ളത്? വേദിയായത്. എവിടെയാണ്? ജോഹന്നാസ്ബർഗിലെ ജോഹന്നാസ്ബർഗ് എക്സ്പോ സെന്റർ ആണ് 20ാമത് G20 ഉച്ചകോടിക്ക് എന്തായിട്ടുള്ളത്? വേദിയായിട്ടുള്ളത്. ജോഹന്നാസ്ബർഗ് എക്സ്പോ സെന്റർ. നെക്സ്റ്റ്, 2025 നവംബർ 22, 23 തീയതികളിലാണ് ഉച്ചകോടി നടന്നത്. 22, 23 തീയതികളിലാണ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ആദ്യമായാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ G20 ഉച്ചകോടി നടക്കുന്നത്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ G20 ഉച്ചകോടി നടക്കുന്നത്. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത അല്ലെ, സോളിഡാരിറ്റി, ഈക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി എന്നതായിരുന്നു 2025 ഉച്ചകോടിയുടെ ഔദ്യോഗിക പ്രമേയം എന്ന് പറയുന്നത്. എന്താണ്? ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നതായിരുന്നു 2025 ഉച്ചകോടിയുടെ ഔദ്യോഗിക പ്രമേയം എന്ന് പറയുന്നത്. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നതായിരുന്നു 2025 ഉച്ചകോടിയുടെ ഔദ്യോഗിക പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ,
ലോകത്തെ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. എന്താ G20 എന്ന് പറയുന്നത്? ലോകത്തെ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് G20 എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു 2025 ഉച്ചകോടിയുടെ ഔദ്യോഗിക പ്രമേയം? ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. ഇനി ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് G20 പ്രവർത്തിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് G20 പ്രവർത്തിക്കുന്നത്. 1990കളിലെ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന്, പ്രത്യേകിച്ച് ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ 1999 സെപ്റ്റംബർ 26-നാണ് G20 സ്ഥാപിതമായത്. 1990കളിലെ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന്, പ്രത്യേകിച്ചും പറയുന്നത് ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേട്ടോ. 1999 സെപ്റ്റംബർ 26-നാണ് G20 സ്ഥാപിതമായത്. എന്നാ G20 സ്ഥാപിതമായത് 1996 എന്ന് സെപ്റ്റംബർ എന്നാണ് 26-ന് അല്ലെ, സെപ്റ്റംബർ 26-നാണ് അതായത് G20 സ്ഥാപിതമായിട്ടുള്ളത്. നെക്സ്റ്റ് 2028 നവംബറിൽ US-ലെ 2008 നവംബറിൽ US-ലെ വാഷിംഗ്ടൺ DC-യിൽ വെച്ചാണ് G20 രാഷ്ട്രത്തലവന്മാരുടെ ആദ്യ ഉച്ചകോടി നടന്നത്. 2008 നവംബറിൽ US-ലെ വാഷിംഗ്ടൺ DC-യിൽ വെച്ചാണ് G20 രാഷ്ട്രത്തലവന്മാരുടെ ആദ്യ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. 2026-ലെ G20 ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് US-ലെ മിയാമിയാണ്. 2026-ലെ G20 ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. 2026-ലെ G20 ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് US-ലെ മിയാമിയാണ്. എവിടെ? ഇനി ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി വരാം, നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2026-ലെ G20 ഉച്ചകോടി വേദി US-ലെ മിയാമി. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. US-ലെ മിയാമിയാണ് 2026-ലെ G20 ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. 2024-ലെ വേദി എവിടെയായിരുന്നു? റിയോ ഡി ജനീറോ. 24 റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു. 23 ന്യൂഡൽഹി ആയിരുന്നു. 23 ന്യൂഡൽഹി, 24 ബ്രസീലിലെ റിയോ ഡി ജനീറോ, 26 ഏതായിരുന്നു? US-ലെ മിയാമി. ഓക്കെ, US-ലെ മിയാമി ട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് ഏത് നഗരത്തിലാണ്? ഇന്ത്യയിലെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് ഏത് നഗരത്തിലാണ്? മൈസൂരാണ് കേട്ടോ, മൈസൂരാണ്. ഇന്ത്യയിലെ പട്ടിന്റെ ചരിത്രവും കൊക്കൂൺ മുതൽ പട്ടുവസ്ത്രം തയ്യാറാക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ പട്ടിന്റെ ചരിത്രം, അതുപോലെ കൊക്കൂൺ മുതൽ പട്ടുവസ്ത്രം തയ്യാറാക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? വന്യജീവികൾ വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സേഫ് റോഡ് 2025 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശിലെ NH-45-ലാണ്. എന്താ പറഞ്ഞത്? വന്യജീവികൾ വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സേഫ് റോഡ് 2025 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്തത്. വൈൽഡ് ലൈഫ് സേഫ് റോഡ് 2025 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മധ്യപ്രദേശിലെ NH-45-ലാണ്. NH-45-ൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥാപിച്ചത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥാപിച്ചത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥാപിച്ചത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ, അതുപോലെ തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ ഗ്ലാസ് പാലം ട്ടോ, കന്യാകുമാരിയിലെ ഈ ഗ്ലാസ് പാലം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്,
യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി 2025 നവംബറിൽ നിയമിതയായ ഇന്ത്യൻ സിനിമാ താരം കീർത്തി സുരേഷാണ്. യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി 2025 നവംബറിൽ നിയമിതയായ ഇന്ത്യൻ സിനിമാ താരം എന്ന് പറയുന്നത് ആരാണ്? കീർത്തി സുരേഷാണ്. യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി 2025 നവംബറിൽ നിയമിതയായ ഇന്ത്യൻ സിനിമാ താരം എന്ന് പറയുന്നത് കീർത്തി സുരേഷാണ്. കീർത്തി സുരേഷ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ മാനസികാരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം വളർത്തുക എന്നിവയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി 2025 നവംബറിൽ നിയമിതയായ ഇന്ത്യൻ സിനിമാ താരം കീർത്തി സുരേഷാണ്. ഇനി എന്താണ്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ മാനസികാരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം വളർത്തുക എന്നിവയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. ഓക്കെ, എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നതാണ് യൂണിസെഫിന്റെ പൂർണ്ണരൂപം. യൂണിസെഫിന്റെ പൂർണ്ണരൂപം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ ഫണ്ട്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് ആണ് യൂണിസെഫിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ആദ്യകാലത്തെ പേരെന്ന് പറയുന്നത് എന്തായിരുന്നു? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ എമർജൻസി എന്താണ് ഫണ്ട്. എങ്ങനെ? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നതാണ് യൂണിസെഫിന്റെ പൂർണ്ണരൂപം. എന്നാൽ ആദ്യകാലത്തെ പേര് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നതായിരുന്നു. ഓക്കെ, അപ്പൊ യൂണിസെഫ് രൂപീകരിച്ചത് എന്നാണ് ചോദിച്ചാൽ 1946 ഡിസംബർ 11-നാണ്. 1946 ഡിസംബർ 11-നാണ് എന്ത്? യൂണിസെഫ് രൂപീകരിച്ചിട്ടുള്ളത്. യൂണിസെഫ് രൂപീകരിച്ചത് 1946 ഡിസംബർ 11. 1946 ഡിസംബർ 11-നാണ് യൂണിസെഫ് രൂപീകരിച്ചത്. അപ്പൊ യൂണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ് കേട്ടോ. ന്യൂയോർക്കാണ് യൂണിസെഫിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. 1965 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം യൂണിസെഫിന് ലഭിച്ചു. 1965 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് ലഭിച്ചു? യൂണിസെഫിന് ലഭിച്ചു. ഓക്കെ, 65-ലാണ്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ സാലുമരദ തിമ്മക്ക അന്തരിച്ചത് എന്ന്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും അതുപോലെ പത്മശ്രീ ജേതാവുമായ സാലുമരദ തിമ്മക്ക അന്തരിച്ചത് എന്ന് എന്താണ് ക്വസ്റ്റ്യൻ? 2025 നവംബർ 14 അല്ലെ, ശിശുദിനത്തിന്റെ അന്ന്. അപ്പം സാലുമരദ തിമ്മക്ക അന്തരിച്ചത് എന്താണ്? പ്രത്യേകത എന്താണ്? പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയാണ്, പത്മശ്രീ ജേതാവുമാണ്. 2025 നവംബർ 14 അന്തരിച്ചു. അരയാലുകളുടെ അമ്മ അല്ലെ, അരയാലുകളുടെ അമ്മ, വൃക്ഷമാതാവ്, എന്താണ്? വൃക്ഷമാതാവ് അഥവാ വൃക്ഷമാതെ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് സാലുമരദ തിമ്മക്ക. സാലുമരദ തിമ്മക്ക. അപ്പം അരയാലുകളുടെ അമ്മ, വൃക്ഷമാതാവ് നമുക്ക് കണക്ട് ചെയ്യാൻ ഈസിയാണ് അല്ലെ. നവംബർ 14 ശിശുദിനമാണ്. ശിശുദിനം എന്ന് പറയുമ്പം അമ്മ കണക്ട് ചെയ്യാം. അപ്പൊ അരയാലുകളുടെ അമ്മ, വൃക്ഷമാതാവ് എന്നിങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വൃക്ഷമാതെ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു സാലുമരദ തിമ്മക്ക. മരിച്ചത് നവംബർ 14, 2025 അല്ലെ. 1911 ജൂൺ 30 കർണാടകയിലെ തുങ്കൂർ ജില്ലയിലെ ഗുബ്ബിയിലാണ് തിമ്മക്ക ജനിച്ചത്. 1911 ജൂൺ 30 കർണാടകയിൽ തുങ്കൂർ ജില്ലയിലെ ഗുബ്ബിയിലാണ് 1911 ജൂൺ 30 ആര്? തിമ്മക്ക ജനിച്ചത്. 2019 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത്. 2016 BBC-യുടെ ലോകത്തെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച തിമ്മക്കക്ക് നാഷണൽ സിറ്റിസൺ അവാർഡ് 1996, ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം 1997 തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? 2016 BBC-യുടെ ലോകത്തെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച തിമ്മക്കക്ക് നാഷണൽ സിറ്റിസൺ അവാർഡ് 1996, ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം 1997 തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. 96 എന്താണ്? നാഷണൽ സിറ്റിസൺ അവാർഡ് 96.
ഓക്കെ. പിന്നെ 97 എന്താണ് വൃക്ഷമിത്ര പുരസ്കാരം അല്ലെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തു വച്ചേക്കുക. ഓക്കെ. അടുത്തത് 2025 ആഗോള പട്ടിണി സൂചികയിൽ എന്താണ്, അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 102 സ്ഥാനമാണ്. 2025 ആഗോള പട്ടിണി സൂചികയിൽ എന്താണ് ഗ്ലോബൽ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 102 123 രാജ്യങ്ങളാണ് സൂചികയിലുള്ളത്. എത്ര രാജ്യങ്ങളാണ്? 123 രാജ്യങ്ങളാണ് സൂചികയിലുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് 102 സ്ഥാനമാണ് ആഗോള പട്ടിണി സൂചികയിൽ. 2025 ആഗോള വിശപ്പ് സൂചികയിൽ 25.8 സ്കോർ ലഭിച്ച ഇന്ത്യ ഗുരുതരമായ വിഭാഗത്തിലാണ് പെടുന്നത്. 2025 ആഗോള വിശപ്പ് സൂചികയിൽ 25.8 സ്കോർ ലഭിച്ച ഇന്ത്യ ഗുരുതരമായ വിഭാഗത്തിലാണ് പെടുന്നത്. ഇനി ആഗോള പട്ടിണി സൂചികയിൽ സൊമാലിയയാണ് ഏറ്റവും പട്ടിണിയുള്ള രാജ്യം. ആഗോള പട്ടിണി സൂചികയിൽ ഏതാണ്? സൊമാലിയയാണ് ഏറ്റവും പട്ടിണിയുള്ള രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ. 2025 വിവിധ സൂചികകളിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം നോക്കാം നമുക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ആഗോള സമാധാന സൂചിക എടുത്താൽ എത്രാം സ്ഥാനമാണ്? 115 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സമാധാന സൂചികയിൽ 115 സ്ഥാനം. ഒന്നാമത് ഏതിനാണ്? ഐസ്ലാൻഡിനാണ് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത്. ലോക സന്തോഷ സൂചിക എടുത്താൽ 118 സ്ഥാനമാണുള്ളത്. ഒന്നാമത് ആർക്കാണ്? ഫിൻലാൻഡ്. ഓക്കെ. സമാധാനത്തിൽ ഐസ്ലാൻഡിനും സന്തോഷത്തിൽ ഫിൻലാൻഡിനും ഒന്നാം സ്ഥാനങ്ങളാണ്. 115 ഇന്ത്യക്ക് ആഗോള സമാധാന സൂചികയിൽ. ലോക സന്തോഷ സൂചികയിൽ 118. ലോക മാധ്യമ സ്വതന്ത്ര സൂചിക 151 സ്ഥാനം അല്ലെ, 151 സ്ഥാനം. ഒന്നാമത് നോർവേക്കാണ്. ഓക്കെ. ലോക മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യക്ക് 151 സ്ഥാനം. ഒന്നാമത് നോർവേക്കാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ ഇന്ന് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇതിൻ്റെ എക്സാം ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്, ടെലഗ്രാം ചാനലിൽ നൽകുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ശരി, താങ്ക് യു.